ബ്രോ ബിടെക് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ ടയർ 3 ടയർ 4 കോളേജിൽ, പക്ഷെ എനിക്ക് ഒരു ഡ്രോൺ എഞ്ചിനീയർ ആവാൻ ആഗ്രഹമുണ്ട് എന്നുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. ബാക്കിയുള്ളവർ ഇപ്പം തന്നെ ഇട്ടിട്ട് പൊക്കോ, ഒരു വിഷമവും ഇല്ല. സോ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളിപ്പം ഒരു ടയർ 3 ടയർ 4 കോളേജിലായിരിക്കാം, പക്ഷെ നിങ്ങൾക്കൊരു ഇലക്ട്രോണിക്സിനോട് ഒരു ത്വര ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ കുറച്ച് ഉഴപ്പലിന്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ടയർ 3 ടയർ 4 കോളേജുകളിൽ എന്നെ പോലെയൊക്കെ എത്തിയിട്ടുണ്ടാവുക. സോ അങ്ങനെയുള്ളവർക്ക് എനിക്ക് പറയാനായിട്ടുള്ളത്, ഡ്രോൺ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 10 ഇയേഴ്സിൽ ഒരു ഭയങ്കര ഫേസിലേക്ക് പോകാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡ്രോൺ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. 2026 ഫെബ്രുവരി ഇതാ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഒരു 10,000 crore ഒക്കെ അലോട്ട് ചെയ്യാൻ പോകുന്നു. ഗവൺമെന്റ് സപ്പോർട്ട് വരാൻ പോകുന്നു. ഭാവിയിൽ ഡ്രോണിന്റെ സ്റ്റാർട്ടപ്സ്, ഡ്രോണിന്റെ ഡെലിവറി സിസ്റ്റം, ഡ്രോണിന്റെ ഇപ്പം തന്നെ അതിന്റെ സ്റ്റാർട്ടപ്സ് 10 kg to 200 kg വരെ ഡെലിവറി ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് ഓൾറെഡി ഉണ്ട്. ഡ്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. അത് ഗവൺമെന്റ് ഫണ്ടിങ് വരാൻ പോകുന്നു. സോ അപ്പോൾ ഇതേപോലത്തുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു മേഖലയാണ് ഡ്രോൺ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രോ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് പറയാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബേസ് ഒക്കെ CPP, പൈത്തൺ, റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇത് കോഴ്സറയിൽ, യുഡെമിയിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. ഇതാദ്യം നിങ്ങൾ പഠിച്ചൊരു തഴക്കം വരിക. അതിനുശേഷം നിങ്ങൾ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അടുത്തൊരു വീഡിയോ, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻ്റായിട്ട് ഞാൻ പറയാം. അങ്ങനെയുള്ളൊരു സർട്ടിഫിക്കേഷൻ എടുത്ത് യു ഷുഡ് ജോയിൻ എ സ്റ്റാർട്ടപ്പ്, ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ കോംപ്ലക്സ് പ്രോജക്ട്സ് ഒക്കെ 1 to 2 years റൺ ചെയ്യുക. നെക്സ്റ്റ് യു ഷുഡ് ജോയിൻ എ ബിഗ് സ്റ്റാർട്ടപ്പ് ഓർ ബിഗ് MNC, അല്ലെങ്കിൽ ഓർ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ R&D ടീമുമായിട്ട് ജോയിൻ ചെയ്ത് യു ഷുഡ് ബി ഗോയിങ് ടു എൻ എഞ്ചിനീയറിംഗ് ലെവൽ മാനേജ്മെന്റ്. ആ മാനേജ്മെന്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏർണിംഗ് സംവെയർ അറൗണ്ട് 1 crore per year. ആ ലെവലിലേക്ക് അതിനേക്കാൾ സ്റ്റോക്ക് ഓപ്ഷൻസും SOPസും ഒക്കെ വെച്ചിട്ട് അതിനേക്കാൾ സാധ്യതയുള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ കാല് വെച്ചിട്ടുള്ളത്. ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ട്രൈ ലേണിംഗ് ബേസിക്സ്, ട്രൈ ലേണിംഗ് സർട്ടിഫിക്കറ്റ്, ട്രൈ ജോയിനിങ് സ്റ്റാർട്ടപ്പ് ആൻഡ് ഏൺ ദ ബെനിഫിറ്റ്. ഇതുപോലത്തുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഡു ഫോളോ മീ, യുവർ സ്വന്തം ബിടെക് ബ്രോ. ബൈ, ഹാവ് എ നൈസ് ഡേ.